ഹായ് ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലേക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കുന്നത്. അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ചെറിയൊരു സവാള പകുതിയായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്ത് 2 പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു 3-4 ഇല കരിവേപ്പിലയും ഇട്ടുകൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ അടിച്ചെടുത്തിട്ടുള്ള ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് 5 കോഴിമുട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് തന്നെ പൊട്ടിച്ച് ഒഴിക്കാം. ഇനി ബാക്കിയുള്ള എഗ്ഗും കൂടി ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പുപൊടി ഒരിക്കലും കൂടാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ പാലും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നല്ലേ ഈ ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പോലെ ലൂസായി പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിയിലേക്ക് ഓരോ ബ്രെഡ് ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഈ ഒരു ചൂടായിട്ടുള്ള ഈ ഒരു ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അല്ലേ എന്നും ഒരുപോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് കഴിക്കുമ്പോൾ എന്തായാലും ഒരു മടുപ്പായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മളിതിൽ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ടിട്ട് പ്രത്യേക ഒരു ഫ്ലേവറാണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിത് കട്ട് ചെയ്ത് സമയം കളയണ്ട, മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്താൽ മതി. അപ്പം ഇതുപോലെ ട്രൈ ചെയ്താൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് അയച്ച് അറിയിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യൽ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഷെയർ ആക്കുന്നത്. അപ്പം വ്യത്യസ്തമായിട്ട് കഴിക്കാനൊക്കെ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പം ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ നെയ്യിലും കൂടി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നെയ്യില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിവിടെ നെയ്യ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം വ്യത്യസ്തമായിട്ടുള്ള എളുപ്പത്തിലുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇനിയും ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസ് അയച്ച് വരാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പം പറഞ്ഞത് മറക്കല്ലേ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.